എപ്പോഴും എന്തിൻ്റെയും മോശം വശം മാത്രം ചിന്തിക്കുന്ന ആളാണോ നിങ്ങൾ? എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നേ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഈ ശീലം ഒരു പക്ഷേ നിങ്ങളുടെ ഉയർന്ന ബുദ്ധിയുടെ ഒരു അടയാളമാണെങ്കിലോ? അതെ, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ പെസിമിസ്റ്റ് അല്ലെങ്കിൽ ഓവർ തിങ്കർ എന്നൊക്കെ നിങ്ങളെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഒരു സംശയമില്ല, വിളിച്ചിട്ടുണ്ടാവും. എല്ലാം അടിപൊളിയായിട്ട് പോകുമ്പോഴും മനസ്സിലൊരു പേടിയായല്ലേ, അയ്യോ ഇനി എന്ത് പ്രശ്നമായിരിക്കും വരാൻ പോകുന്നത്. ഈ ഒരു ചിന്തയുടെ പേരിൽ ഒരുപാട് പഴി കേട്ടിട്ടുണ്ടാവും, ശരിയല്ലേ? പക്ഷേ സത്യം അതൊന്നുമല്ല. ഈ ചിന്താരീതിയുണ്ടല്ലോ, അതൊരു കുറവല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിന്റെ ഒരുതരം സൂപ്പർ പവറാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അതാണ് നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഈ തെറ്റിദ്ധാരണ? എന്തുകൊണ്ടാണ് ആളുകൾ ഈ ഒരു സ്വഭാവത്തെ ഒരു കുറവായിട്ട് കാണുന്നത്? ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ശരിയാണ്, പുറമേന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതൊരു നെഗറ്റീവ് ചിന്തയായിട്ട് തോന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന അതിവിദഗ്ധമായ ഒരു മാനസിക തന്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരികയാണ്, ഡിഫെൻസീവ് പെസിമിസം. ശ്രദ്ധിച്ചു കേൾക്കണം, കാരണം ഇനിയാണ് നമ്മൾ ഈ വിഷയത്തിന്റെ കാതലിലേക്ക് കടക്കുന്നത്. ഈ ഒരൊറ്റ ആശയം മനസ്സിലാക്കിയാൽ മതി, നിങ്ങളുടെ ഈ ചിന്താരീതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ അങ്ങ് മാറും. മനഃശാസ്ത്രത്തിലെ ഇതിന് കൃത്യമായൊരു പേരുണ്ട്, ഡിഫെൻസീവ് പെസിമിസം. കേട്ടിട്ടുണ്ടോ? ഇത് വെറുതെ നെഗറ്റീവ് അടിക്കുന്ന ഏർപ്പാടല്ല. ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ അയ്യോ ചിലപ്പോൾ ചോദ്യം പാടായിരിക്കുമോ എന്ന് ചിന്തിക്കില്ലേ? ആ പേടി കാരണം നമ്മൾ എന്തു ചെയ്യും? കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കും. അതുതന്നെ, അതുപോലെ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ നേരിടാൻ നമ്മുടെ തലച്ചോറ് തന്നെ കണ്ടെത്തുന്നൊരു പ്രതിരോധ തന്ത്രമാണിത്. കണ്ടോ വ്യത്യാസം? ഇത് രണ്ടും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. ഡിഫെൻസീവ് പെസിമിസം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്കണ്ഠയെ മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ഇന്ധനമാക്കി മാറ്റുന്നു. പക്ഷെ വെറും നെഗറ്റീവ് ചിന്തയോ? അത് നിങ്ങളെ ഒരടി മുന്നോട്ട് വയ്ക്കാൻ സമ്മതിക്കാതെ അവിടെ തന്നെ തളച്ചിടും. ഒന്ന് ഊർജം, മറ്റതൊരു തടസ്സം. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാം. എന്തിനാണ് നമ്മുടെ തലച്ചോറിങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് ഈ ഒരു പ്രതിരോധ തന്ത്രം ഉപയോഗിക്കുന്നത്? വെറുതെ പോസിറ്റീവായിരുന്നാൽ പോരെ? അല്ല, അതിനു പിന്നിൽ വളരെ സ്മാർട്ടായ 3 കാരണങ്ങളുണ്ട്. നോക്കൂ, ഈ 3 സ്റ്റെപ്പുകളിലൂടെയാണ് നിങ്ങളുടെ തലച്ചോറ് ഏത് പ്രതിസന്ധിയെയും നേരിടാൻ തയ്യാറെടുക്കുന്നത്. 1. വിശദമായ വിശകലനം. 2. ഉത്കണ്ഠയെ വരുതിയിലാക്കൽ. 3. ബ്രെയിനിന് ഓവർലോഡ് വരാതെ നോക്കൽ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ കാരണം ഇതാണ്, ആഴത്തിലുള്ള വിശകലനം. ആളുകൾ നിങ്ങളോട് ഓവർ തിങ്കിങ് ആണെന്ന് പറയുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ തലച്ചോറ് ഒരു ഗ്രാൻഡ് മാസ്റ്ററെ പോലെ ഒരു ചെസ് ബോർഡിലെ എല്ലാ നീക്കങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളും വരെ കണക്കുകൂട്ടുകയാണ്. ഇതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇത് ഉയർന്ന ബുദ്ധിയുടെ ഒരു പ്രധാന ലക്ഷണമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ഉത്കണ്ഠയെ നിയന്ത്രിക്കാനുള്ള ഒരു സൂപ്പർ വഴിയാണ്. വെറുതെ ഇരുന്ന് പേടിക്കുന്നതിന് പകരം നിങ്ങളുടെ തലച്ചോർ എന്തു ചെയ്യുമെന്നോ, വരാൻ സാധ്യതയുള്ള ഓരോ പ്രശ്നത്തെയും മനസ്സിലിട്ടൊന്ന് റൺ ചെയ്തു നോക്കും, ഒരു ഡ്രിൽ പോലെ. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രശ്നം മുന്നിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ പതറില്ല, കാരണം നിങ്ങൾ ഓൾറെഡി അതിന് തയ്യാറായി കഴിഞ്ഞു. മൂന്നാമത്തെ കാരണം ഓവർലോഡ് തടയുക എന്നതാണ്. നമ്മുടെ ഫോണിൽ ഒരേ സമയം ഒരുപാട് ആപ്പുകൾ തുറന്നാൽ എന്ത് സംഭവിക്കും? അത് ഹാങ് ആവുമല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറും. പെട്ടെന്നൊരു വലിയ പ്രശ്നം മുന്നിൽ വന്നാൽ തലച്ചോറിന് ആ സ്ട്രെസ് താങ്ങാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ പ്രശ്നങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ചിന്തിക്കുന്ന ഒരാൾക്ക് ആ പ്രതിസന്ധി വരുമ്പോൾ തലച്ചോറ് ഹാങ് ആവില്ല, കാരണം അത് ഓൾറെഡി പ്രോസസ്സ് ചെയ്ത് റെഡിയായിരിക്കുകയാണ്. ഇനി 4ാമത്തെ ഭാഗം, ഇതിനെ നമുക്ക് ബുദ്ധിയുടെ വിനയം എന്ന് വിളിക്കാം. നിങ്ങളുടെ ഈ ഒരു ചിന്താരീതി ഉയർന്ന ബുദ്ധിയുടെ ലക്ഷണമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവ് ഞാൻ കാണിച്ചു തരാം. വളരെ ഫേമസ് ആയ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റുമായി ഇതിനൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് കേട്ടിട്ടുണ്ടോ? സംഗതി വളരെ സിമ്പിളാണ്. ഒരു കാര്യത്തിൽ കഴിവ് കുറഞ്ഞ ആളുകൾക്ക് അവർക്ക് കഴിവ് കുറവാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയില്ല. അതുകൊണ്ട് അവർ എപ്പോഴും ഭയങ്കര ഓവർ കോൺഫിഡൻസ് കാണിക്കും. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കി, വളരെ ക്ലിയറാണ്. കഴിവ് കുറയുമ്പോൾ ഓവർ കോൺഫിഡൻസ് മുകളിലോട്ടാണ്. എന്നാൽ അറിവും കഴിവും കൂടുന്തോറും ഒരു കാര്യത്തിന്റെ സങ്കീർണത നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓവർ കോൺഫിഡൻസ് കുറഞ്ഞ് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധമുള്ളൊരു ആത്മവിശ്വാസം വരും. പക്ഷേ നിങ്ങളുടെ ചിന്താരീതി ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അതിനെയാണ് ഇന്റലക്ച്വൽ ഹ്യൂമിലിറ്റി അഥവാ ബൗദ്ധികമായ വിനയമെന്ന് പറയുന്നത്. അതായത്, എനിക്കെല്ലാം അറിയില്ല, കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്നതിലും സങ്കീർണമാണ്, എപ്പോൾ വേണമെങ്കിലും എന്തും തെറ്റായി സംഭവിക്കാം എന്ന ആഴത്തിലുള്ളൊരു തിരിച്ചറിവ്. ഒരു സംശയവും വേണ്ട, ഇത് ഉയർന്ന ബുദ്ധിയുടെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിലൊന്നാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണാനും മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത ചെറിയ ഡീറ്റെയിൽസ് പോലും കണ്ടെത്താനുമുള്ള നിങ്ങളുടെ കഴിവുണ്ടല്ലോ, അത് നെഗറ്റീവ് ചിന്തയല്ല,
അത് നിങ്ങളുടെ സൂക്ഷ്മമായ നിരീക്ഷണ പാടവത്തിന്റെ ലക്ഷണമാണ്. നിങ്ങളുടെ കഴിവിന്റെയും വിനയത്തിന്റെയും തെളിവാണ്. അപ്പോ നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്, ഒരു പുതിയ കാഴ്ചപ്പാട്. ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ ഈ കഴിവിനെ ഒരു പുതിയ രീതിയിൽ കാണാൻ സമയമായി. അതിനെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് തന്നെ തിരിച്ചറിയുക. അപ്പോ ഇനി മുതൽ ആശങ്ക, അമിത ചിന്ത, പെസിമിസം എന്നൊക്കെ ചിന്തിക്കുന്നത് നിർത്തുക. പകരം അതിനെ ഇങ്ങനെ കാണാൻ തുടങ്ങുക: മുൻകൂട്ടിയുള്ള പ്ലാനിംഗ്, വിശദമായ അനാലിസിസ്, തന്ത്രപരമായ തയ്യാറെടുപ്പ്. അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ ഓവർ തിങ്കർ എന്ന് വിളിക്കുമ്പോൾ മനസ്സിൽ പറയുക, ഞാൻ ഓവർ തിങ്ക് ചെയ്യുകയല്ല, സ്ട്രാറ്റജിക്കായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ തലച്ചോറിന് ഒരു തകരാറുമില്ല. അതൊരു നെഗറ്റീവ് കാര്യമല്ല. നേരെ മറിച്ച് അത് വളരെ തന്ത്രപരമായി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു മെഷീനാണ്. പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ട് അവയെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് നിങ്ങളുടെ ഈ ചിന്താരീതി. അപ്പോൾ ഇതൊരു സാധാരണ ചിന്തയല്ല, ഒരു തന്ത്രപരമായ ശക്തിയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം ഇതാണ്: നിങ്ങളുടെ ഈ സൂപ്പർ പവർ ഉപയോഗിച്ച് നിങ്ങൾ അടുത്തതായി പരിഹരിക്കാൻ പോകുന്ന സങ്കീർണമായ പ്രശ്നമേതാണ്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.